Good morning, dear students. How was your Christmas vacation? I hope everyone have enjoyed your Christmas vacation as well as Christmas celebrations well. Today, in this class, we are going to discuss some of the other features of MS Access 2010. We'll begin with the steps to set field properties. To set field properties in MS Access. All of you, please take your page number 52. Firstly, we are going to learn how to set field properties. What are the steps to set field properties? The bottom half of the table design is the field properties section, which allows you to define more settings related to a field. ഒരു ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ സെറ്റിങ്സുകളെ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അലോ ചെയ്യുന്ന ഭാഗമാണ് ഈ ബോട്ടം ഹാഫ് എന്ന് പറയുന്നത്. അതായത് ഈ അടിഭാഗത്തുള്ള ഹാഫ് ഭാഗം നമ്മളെ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ സെറ്റിങ്സുകളെ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടു സെറ്റ് പ്രോപ്പർട്ടീസ് ഫോർ എ ഫീൽഡ്, ഫോളോ ദ സ്റ്റെപ്സ് ഷോൺ ഇൻ ഫിഗർ 4.15. അപ്പോൾ ഫീൽഡ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പുകളാണ് ഇനി പറയുന്നത്. ക്ലിക്ക് ഓൺ ദ ഫീൽഡ് നെയിം ആൻഡ് സെലക്ട് ഡേറ്റ ടൈപ്പ് ഫോർ വിച്ച് യു വാണ്ട് ടു സെറ്റ് ദ ഫീൽഡ് പ്രോപ്പർട്ടീസ്. ഏത് ഫീൽഡ് നെയിമിനാണോ ഏത് ഫീൽഡിനാണോ, ഇപ്പം ഇവിടെ ഫീൽഡ് നെയിമിന് താഴെ ധാരാളം ഫീൽഡുകൾ തന്നിട്ടുണ്ട്. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, ക്ലാസ് ആൻഡ് സെക്ഷൻ, അങ്ങനെ അതിൽ നിന്നും നമുക്ക് ഏത് ഫീൽഡിനാണോ ഏത് ഡേറ്റ ടൈപ്പിനാണോ നമുക്ക് ആവശ്യമായ ഫീൽഡ് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഓൺ ദ ജനറൽ ടാബ്, അതിൻ്റെ സെക്കൻഡ് ഹാഫ് അവസാന ഭാഗത്ത് ബോട്ടം ഹാഫിൽ കൊടുത്തിരിക്കുന്ന ജനറൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ജനറൽ ടാബ്. ജനറൽ ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ്? ക്ലിക്ക് ഓൺ ദ ഫോർമാറ്റ് ഓപ്ഷൻ ടെക്സ്റ്റ് ബോക്സ്. എ സ്മോൾ ആരോ അപ്പിയേഴ്സ് ഇൻ ഇറ്റ്സ് റൈറ്റ്. അപ്പോൾ ഫോർമാറ്റ് ഓപ്ഷനാണ് ടെക്സ്റ്റ് ബോക്സിലെ ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ ആരോ കാണിച്ചിരിക്കുന്നത് ഈ ഫോർമാറ്റ് ഓക്കെ. ഈ ടെക്സ്റ്റ് ബോക്സിലെ ഫോർമാറ്റ് ഭാഗം ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു സ്മോൾ ആരോ, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാമോ? ഓക്കെ, ഇവിടെ ഈ ഒരു സ്മോൾ ആരോ അപ്പം തെളിഞ്ഞു വരുന്നു. ഒരു സ്മോൾ ആരോ വലതുവശത്ത് തെളിഞ്ഞു വരുന്നു. സ്മോൾ ആരോ അപ്പിയേഴ്സ് ടു ദ ഇറ്റ്സ് റൈറ്റ്. ഈ റൈറ്റ് ഭാഗത്ത് സ്മോൾ ആരോ അപ്പിയർഡ് ആയിട്ട് വരുന്നു. ഇതാണ് ആരോ. Okay, click on the arrow to open drop down menu for the choice of data type format. അപ്പം ആ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരികയും അതിൽ നിന്നും നമുക്ക് ഡേറ്റ ഫോർമാറ്റിനുള്ള ടൈപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്ത് നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള ഡേറ്റ നമ്മൾ സെലക്ട് ചെയ്യുക. അതാണ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസാണ് അടുത്ത പേജിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഏതാണ് നമുക്ക് വേണ്ട ചോയ്സസ്, ഒരു ഡേറ്റ ടൈപ്പ് ഫോർമാറ്റ് നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് പല എക്സാമ്പിൾസ് ഇതിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഫോർമാറ്റ് ഡ്രോപ്പ് ഡൗൺ മെനു ഫോർ നമ്പർ, ഡേറ്റ് ഓർ ടൈം ആൻഡ് യെസ് ഓർ നോ ആർ ഷോൺ ഇൻ ഫിഗർ 4.16. ഓക്കെ, അപ്പോൾ ഉദാഹരണങ്ങൾ, ഒന്നാമത്തത് നമ്പർ എന്നുള്ള ഒരു ഫോർമാറ്റ് എടുത്തു കഴിയുമ്പോൾ അതിന് കീഴിൽ വരുന്ന
നമുക്ക് തരുന്ന ഓപ്ഷൻസ് ആണ്. എങ്ങനെ വേണം, കറൻസി ആണെങ്കിൽ ഏത് രീതിയിലുള്ള, അപ്പം യൂറോ ആണോ അതോ ഫിക്സഡ് ആണോ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്, പേഴ്സൻറ്റേജിൽ വേണോ, സയൻറ്റിഫിക് ആയിട്ടുള്ളത് വേണോ, അങ്ങനെ ഏത് രീതിയിലുള്ള നമ്പേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ചൂസ് ചെയ്യുക. അടുത്തതായിട്ടുള്ളത് ഡേറ്റ് ഓർ ടൈം, അതും ജനറൽ ഡേറ്റ് സാധാരണ എങ്ങനെയാണ് ഒരു ഡേറ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ ലോങ് ഡേറ്റ് ഓരോന്നും സ്പെസിഫൈ ചെയ്ത് ട്യൂസ്ഡേ, ജൂൺ 19, 2007 അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ലോങ് ആയിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ട്, മീഡിയം ഡേറ്റ് തന്നിട്ടുണ്ട്, ഷോർട്ട് ഡേറ്റ്. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഷോർട്ട് ഡേറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെയാണെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ യെസ്, ട്രൂ ഓർ ഫോൾസ്, അതുപോലെ തന്നെ യെസ് ഓർ നോ, ഓൺ ഓർ ഓഫ്, അങ്ങനെ പല ഓപ്ഷൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചോയ്സ് ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഓരോ ഫീൽഡിനും ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം സെലക്ട് ചെയ്ത ശേഷം ഫീസ് എന്ന പേരിലാണ് നമ്മൾ ഈ ഒരു ഡേറ്റയെ സേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ അതെവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് ഭാഗത്താണ് ഈ ഒരു സേവ് ബട്ടൺ ഉള്ളത്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫീസ് എന്ന പേരിൽ ആ ഒരു ഡേറ്റയെ നമ്മൾ സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ക്ലിക്ക് ഓൺ ദ ഫീൽഡ് നെയിം ആൻഡ് സെലക്ട് ഡേറ്റ ടൈപ്പ് ഫോർ വിച്ച് യു വാണ്ട് ടു സെറ്റ് ദ ഫീൽഡ് പ്രോപ്പർട്ടീസ്. ദെൻ ക്ലിക്ക് ഓൺ ദ ജനറൽ ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ഓൺ ദ ഫോർമാറ്റ് ഓപ്ഷൻ ടെക്സ്റ്റ് ബോക്സിലെ ഫോർമാറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അപ്പോൾ അവിടെ ഒരു സ്മോൾ ആരോ വരും. ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ ഫോർമാറ്റിങ്ങിൻ്റെ ഒരു ഡേറ്റ ഫീൽഡ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഡേറ്റ സേവ് ചെയ്യുക. ഇത്രയുമാണ് ഫീൽഡ് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. അടുത്തത് എന്താണ്? ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്നുള്ളത് എൻറ്ററിങ് ഡേറ്റ ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ ഡേറ്റ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്നുള്ളത്. ടു എൻ്റർ ഡേറ്റ ഇൻ ദ ഫീസ് ടേബിൾ ഫോളോ ദ സ്റ്റെപ്സ് ഷോൺ ഇൻ ഫിഗർ 4.17. അപ്പോൾ നമ്മൾ ഒരു ഡേറ്റ ഷീറ്റ് വ്യൂവിൽ എങ്ങനെയാണ് ഡേറ്റാസ് എൻട്രി ചെയ്യുന്നതെന്നാണ് ഈ ഒരു ആക്ടിവിറ്റി കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമ്മൾ ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് കീഴിൽ തെളിഞ്ഞു വരുന്ന വ്യൂ ടൂളുണ്ട്. ഓക്കെ, ആ വ്യൂ ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ആയിട്ടൊരു ബോക്സ്, അതിൽ കുറച്ച് ലിസ്റ്റായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും. അതിൽ നിന്ന് നമ്മൾ ഡേറ്റ ഷീറ്റ് വ്യൂ സെലക്ട് ചെയ്യുക. ഡേറ്റ ഷീറ്റ് വ്യൂ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് സെലക്ട് ചെയ്യുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, യുവർ ടേബിൾ വിൽ നൗ ലുക്ക് ലൈക്ക് ദിസ്. എൻ്റർ ഡേറ്റ യൂസിങ് റോൾ നമ്പർ, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എക്സെട്ര as shown in ഫിഗർ 4.18. അപ്പം നമ്മളുടെ ടേബിൾ എന്ന് പറയുന്നത് ആ ഒരു ഡേറ്റ ഷീറ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ആയിരിക്കും വരിക. അങ്ങനെ ഓരോന്നിലും റോൾ നമ്പർ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡേറ്റാസ് എൻട്രി ചെയ്യുക. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നുള്ളത് അതിന് കീഴെ നമ്മളുടെ സ്റ്റുഡൻറ്റിൻ്റെ പേരെന്താണോ അത് സെലക്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഫീൽഡ് നെയിമിനും താഴെ വരുന്ന ഡേറ്റാസ് എൻ്റർ ചെയ്ത് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുക. അതെപ്രകാരം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫിഗർ 4.18 കാണിച്ചിരിക്കുന്നത് പോലെ ഫില്ല് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫിഗർ 4.18. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. റോൾ നമ്പർ 1, 2, 3, 6 വരെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് കൊടുത്തിരിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് ഓരോരുത്തരുടെയും, മാർക്സ് ഒബ്റ്റെയിൻഡ്, ദെൻ സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ, അത് നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടിക്കാണ്. ദെൻ ഫീസ് എത്രയാണ് അടച്ചത്, അതുപോലെ തന്നെ ഇമെയിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡേറ്റാസിൽ എൻട്രി ചെയ്തിരിക്കുന്നത്. അടുത്തതായി MS ആക്സസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് യൂസിങ് പ്രൈമറി കീസ്. പ്രൈമറി കീസ് എങ്ങനെയാണ്
എപ്രകാരമാണ് നമ്മൾ MS ആക്സസിൽ യൂസ് ചെയ്യുന്നത് എന്ന്. അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം എന്നത് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ എ ഡേറ്റ യുണീക്കായിട്ട് ഒരു ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രൈമറി കീ യൂസ് ചെയ്യുന്നത്. എ പ്രൈമറി കീ ഫീൽഡ് ഈസ് ഡിഫൈൻഡ് as one in which all the records have a different entry. It is unique to every record. ഓരോ ഫീൽഡിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നൊന്നിനോട് സാമ്യമില്ലാത്ത രീതിയിൽ ഓരോ എൻട്രിയും വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള എൻട്രീസ് ആഡ് ചെയ്യുന്ന കീസാണ് പ്രൈമറി കീ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഫീസ് ടേബിൾ ദർ ക്യാൻ ബി മോർ ദാൻ വൺ സ്റ്റുഡൻറ്റ് വിത്ത് സെയിം നെയിം ഓർ ഹാവിങ് സെയിം ക്ലാസ് ബട്ട് റോൾ നമ്പർ ഈസ് യുണീക്ക് ഫോർ എവറി സ്റ്റുഡൻറ്റ്. അപ്പോൾ എന്താണ് ഒരു പ്രൈമറി കീ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ഫീസ് ഒരു ലിസ്റ്റിൽ ഫീസ് ടേബിളിൽ ഒരേ പേരുള്ള അല്ലെങ്കിൽ ഒരേ ഫീസ് അടച്ച ഒന്നിലധികം കുട്ടികൾ കാണാം അല്ലേ ഒരു ക്ലാസ്സിൽ തന്നെ. പക്ഷേ റോൾ നമ്പർ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. റോൾ നമ്പർ എന്നുള്ളത് ഒരാൾക്കുള്ള റോൾ നമ്പർ ഒരിക്കലും മറ്റൊരാൾക്ക് ഒരേ ക്ലാസ്സിൽ കാണില്ല. അപ്പോൾ ഇവിടെ റോൾ നമ്പർ ഈസ് യുണീക്ക് ഫോർ എവറി സ്റ്റുഡൻറ്റ്. ഓരോ സ്റ്റുഡൻറ്റിനും റോൾ നമ്പറാണ് യുണീക്ക് ആയിട്ടുള്ളത്. സോ റോൾ നമ്പർ ഈസ് ദ പ്രൈമറി കീ ഫീൽഡ് ഓഫ് ദ ടേബിൾ. അപ്പോൾ ഈ ടേബിളിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് റോൾ നമ്പറാണ്. Okay, to define a field as primary key field, follow the steps shown in figure 4.18. അപ്പം ഈ ഒരു ഫിഗറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഫീൽഡിനെ പ്രൈമറി കീ ഫീൽഡായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊരു ഒരു ഫീൽഡിനെ പ്രൈമറി കീ ഫീൽഡാക്കി മാറ്റുന്നത്. ഓക്കെ, ഒന്നാമത് തന്നെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ക്ലിക്ക് ഓൺ ഹോം ടാബ്. അപ്പോൾ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ക്ലിക്ക് ഓൺ ദ ആരോ ഓൺ ദ വ്യൂ ടൂൾ ടു ഓപ്പൺ ഡ്രോപ്പ് ഡൗൺ മെനു. അപ്പോൾ വ്യൂ ടൂളിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് തെളിഞ്ഞു വരുന്നു. അതിൽ നിന്ന് നമ്മൾ ഡിസൈൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡിസൈൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ഓൺ ദ റോൾ നമ്പർ ഫീൽഡ് നെയിം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ പ്രൈമറി കീ ഫീൽഡ് എന്നുള്ളത് റോൾ നമ്പർ ആയതുകൊണ്ട് നമ്മളിവിടെ റോൾ നമ്പർ എന്ന ഫീൽഡ് നെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ പ്രൈമറി കീ. അപ്പം ഇവിടെ ആരോ കാണിച്ചു തന്നിട്ടുണ്ട് എവിടെയാണ് പ്രൈമറി കീ എന്നുള്ളത് അല്ലേ, ഹോം ടാബിന് താഴെ. അപ്പോൾ പ്രൈമറി കീ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷമാണ് പ്രൈമറി കീയിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് വിട്ടുപോയി. ക്ലിക്ക് ഓൺ ദ ഡിസൈൻ ടാബ്. ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പ്രൈമറി കീ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ദെൻ ക്ലിക്ക് ഓൺ ദ പ്രൈമറി കീ. പ്രൈമറി കീയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം അപ്പോൾ അതൊരു പ്രൈമറി കീ ഓപ്ഷനായിട്ട് മാറി. അപ്പം നമ്മളൊരു ഫീൽഡ് പ്രൈമറി കീ ഫീൽഡായിട്ട് സെറ്റ് ചെയ്തെങ്കിൽ അത് എപ്രകാരമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, അതാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. എ സ്മോൾ കീ ഐക്കൺ, ഒരു സ്മോൾ കീ ഐക്കൺ will appear on the left side of the roll number field. The presence of this icon shows that the roll number is the primary key field in the table. ഒരു ടേബിളിലെ ഏതെങ്കിലും ഒരു ഫീൽഡിന് ലെഫ്റ്റ് വശത്ത് ഈ ഒരു കീ ഐക്കൺ വരികയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ഒരു ഫീൽഡാണ് ആ ഒരു ഡേറ്റയുടെ പ്രൈമറി കീ ഫീൽഡ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു ന്യൂ ഫീൽഡ്, ഒരു പുതിയ ഫീൽഡ് നമുക്കൊരു ഡിസൈൻ വ്യൂവിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ടു ആഡ് എ ന്യൂ ഫീൽഡ് ഇൻ ഡിസൈൻ വ്യൂ, ഫോളോ ദ സ്റ്റെപ്പ് ഷോൺ ഇൻ ഫിഗർ 4.20. ആദ്യം തന്നെ നമ്മൾ ക്ലിക്ക് ഓൺ ദ ഫീൽഡ് ബിഫോർ വിച്ച് ദ ന്യൂ ഫീൽഡ് ഈസ് ടു ബി ആഡഡ്. ഏത് ഫീൽഡിന് മുന്നേ ആണോ നമുക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഫീൽഡിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് പുതിയ കോളം വരേണ്ടത്, പുതിയൊരു ഫീൽഡ് വരേണ്ടത് അല്ലെങ്കിൽ റോ വരേണ്ടത് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു ഫീൽഡിന് മുന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നുള്ള ഫീൽഡാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ദെൻ അടുത്ത സ്റ്റെപ്പ് ക്ലിക്ക് ഓൺ ഡിസൈൻ ടാബ്. ഡിസൈൻ ടാബിനെ
ക്ലിക്ക് ചെയ്യുക. ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ വരുന്നത് ഇൻസേർട്ട് റോസ് എന്നുള്ളത് ഒരു പുതിയ ഓപ്ഷൻ നമുക്കവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇൻസേർട്ട് റോസ് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത്, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നുള്ള ഫീൽഡിന് മുന്നോടിയായിട്ട് എ ന്യൂ ഫീൽഡ് ഈസ് ഇൻസേർട്ടഡ്. അപ്പോൾ ഒരു പുതിയ ഫീൽഡ് ഇൻസേർട്ടഡ് ആകും. എൻ്റർ ഫീൽഡ് നെയിം ആൻഡ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് നെയിം ഏതാണോ അത് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ ടൈപ്പ് ഏതാണോ മറ്റുള്ളതിൻ്റെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്ക് ഫീൽഡ് നെയിമും ഡേറ്റ ടൈപ്പും ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ക്ലിക്ക് ഓൺ വ്യൂ. അതിനുശേഷം വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ഡേറ്റ ഷീറ്റ് വ്യൂ ടു ഓപ്പൺ സേവ് കൺഫർമേഷൻ ഡയലോഗ് ബോക്സ്. അപ്പോൾ നമ്മൾ ഇപ്പം ആഡ് ചെയ്ത ഈ ഭാഗം ഒരു പുതിയ ഫീൽഡ് സേവ്ഡ് ആകാൻ വേണ്ടി, മറ്റേതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ ഡേറ്റ ഷീറ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. യു മസ്റ്റ് ഫസ്റ്റ് സേവ് ദ ടേബിൾ. ആ ഒരു ടേബിൾ സേവ് ചെയ്യാമെന്നുള്ളത്. ഡു യു വാണ്ട് ടു സേവ് ദ ടേബിൾ നൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും ഒരു ഡയലോഗ് ബോക്സിൽ. അപ്പോൾ നമ്മൾ യെസ് കൊടുത്ത ശേഷം ക്ലിക്ക് ഓൺ യെസ് ടു സേവ് ദ ടേബിൾ. അപ്പോൾ യെസ് കൊടുത്ത് ആ ഒരു ടേബിളിനെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ 6 സ്റ്റെപ്പുകളാണ് നമ്മൾ ഡിസൈൻ വ്യൂവിൽ ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി, ടേബിളിലേക്ക് ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 7 സ്റ്റെപ്പുകളാണ് ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ ഒരു ഡേറ്റ ഷീറ്റ് വ്യൂവിലാണ് ചെയ്യേണ്ടതെങ്കിൽ, ടേബിളിൻ്റെ ഡേറ്റ ഷീറ്റ് വ്യൂവിലാണ് ചെയ്യേണ്ടതെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഫീൽഡ് നെയിം ബിഫോർ വിച്ച് യു വാണ്ട് ടു ഇൻസേർട്ട് ദ ഫീൽഡ്. അവിടുത്തെ പോലെ തന്നെ ഏത് ഫീൽഡ് നെയിമിന് മുന്നേ ആണോ നമുക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യേണ്ടത്, ആ ഒരു ഫീൽഡ് നെയിമിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നുള്ളതിന് മുന്നെയാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നുള്ള ഫീൽഡ് നെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രം ദ റൈറ്റ് ക്ലിക്ക് മെനു സെലക്ട് ഇൻസേർട്ട് ഫീൽഡ് ഓപ്ഷൻ. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് നമുക്കിങ്ങനെ ഒരു മെനു ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും ഇൻസേർട്ട് ഫീൽഡ് ഓപ്ഷൻ എന്നുള്ള ഭാഗം, ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. മൂന്നാമതായിട്ട് അപ്പോൾ തന്നെ ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യപ്പെടും. എ ന്യൂ ഫീൽഡ് വിൽ ബി ഇൻസേർട്ടഡ്. ദെൻ ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫീൽഡ് നെയിം ടു ചേഞ്ച് ദ നെയിം ഓഫ് ദ ഫീൽഡ്. അപ്പം എല്ലായിടത്തും ഇതുപോലെ ഈ ഒരു ഫീൽഡുകളുടെ എല്ലാം വന്നതുപോലെ തന്നെ ഫീൽഡ് നമ്പർ ആയിരിക്കും ഫീൽഡ് നെയിം ആയിട്ട് വരിക. അപ്പം നമ്മളുടെ ഒരു ഡിസയറിനനുസരിച്ച് എന്താണോ പുതിയ കോളം നമുക്ക് ആഡ് ചെയ്ത് അവിടെ വരേണ്ടത്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഫീൽഡ് നെയിം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്തത് ഒരു ഫീൽഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് യു വാണ്ട് ടു ഡിലീറ്റ് എ ഫീൽഡ് ഫ്രം എ ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ഫോളോ ദ സ്റ്റെപ്സ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഫിഗർ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ഗ്രൂപ്പ് നമ്പർ എന്നുള്ളൊരു പുതിയ ഫീൽഡായിരുന്നു, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ക്ലിക്ക് ഓൺ ദ റെക്കോർഡ് സെലക്ടർ ഓഫ് ദ റോ ടു ബി ഡിലീറ്റഡ്. അപ്പോൾ നമുക്ക് ഏതൊരു ഫീൽഡാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ റെക്കോർഡ് സെലക്ടർ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം എന്താണ് ഓപ്പൺ ആയിട്ട് വരിക? ക്ലിക്ക് ഓൺ ദ ഡിലീറ്റ് റോസ് ടു ഓപ്പൺ ഡിലീറ്റ് കൺഫർമേഷൻ ഡയലോഗ് ബോക്സ്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡിലീറ്റ് റോ എന്നുള്ള ഭാഗമാണ്. ഡിലീറ്റ് റോ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം എപ്പോഴത്തെയും പോലെ തന്നെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഡു യു വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് ദ സെലക്റ്റഡ് ഫീൽഡ് ഓർ ഫീൽഡ്സ് ആൻഡ് ദ ഡേറ്റ ഓഫ് ദ ഫീൽഡ്. അപ്പോൾ നമുക്ക് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഒന്നുകൂടെ കൺഫർമേഷൻ ചെയ്യുകയാണ്. അപ്പം നമുക്കത് വേണ്ട എന്നുള്ളത് കൊണ്ട്
നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ഓൺ ദ യെസ് ടു ഡിലീറ്റ് ദ സെലക്റ്റഡ് ഫീൽഡ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഈ ഒരു ഫീൽഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിലീറ്റ് എന്നുള്ള യെസ് കൊടുക്കുന്നു. ആ ഓപ്ഷനിൽ നമ്മൾ യെസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഡിസൈൻ വ്യൂവിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ നമുക്ക് ഒരു ഫീൽഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകളാണ് ഇത്. ഇനി അതുപോലെ തന്നെ ഒരു ഡേറ്റ ഷീറ്റ് വ്യൂവിൽ നമുക്കൊരു പർട്ടിക്കുലർ ഫീൽഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ ഫീൽഡ് വിച്ച് യു വാണ്ട് ടു ഡിലീറ്റ്. അപ്പോൾ ഏതൊരു ഫീൽഡാണോ നമുക്ക് വേണ്ടാത്തത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫീൽഡ് നെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫ്രം ദ റൈറ്റ് ക്ലിക്ക് മെനു സെലക്ട് ഡിലീറ്റ് ഫീൽഡ് ഓപ്ഷൻ ടു ഓപ്പൺ ഡിലീറ്റ് കൺഫർമേഷൻ ബോക്സ്. അതിൽ നിന്നും ഡിലീറ്റ് ഫീൽഡ് എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ നിന്നും ഏറ്റവും അവസാനത്തെ ഡിലീറ്റ് ഫീൽഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഈ ഒരു ഡിലീറ്റ് കൺഫർമേഷൻ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു ഡയലോഗ് ബോക്സിൽ നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് ദ റെക്കോർഡ്. അപ്പോൾ നമുക്കിത് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് വേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും യെസ് കൊടുക്കുന്നു. അങ്ങനെ കൺഫേംഡ് ആയിട്ട് ഈ ഒരു ഫീൽഡ് നമ്മളുടെ ഡേറ്റ ഷീറ്റ് വ്യൂവിൽ നിന്നും അപ്രത്യക്ഷമാവുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്റ്റെപ്പുകൾ, ഒരു ഫീൽഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ. അപ്പം നമ്മളുടെ MS ആക്സസിൽ ഒരു ടേബിളിലെ ഫീൽഡുകളെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനും അതിൻ്റെ പൊസിഷൻ മാറ്റാനും ഒക്കെ സാധിക്കും. അപ്പം എങ്ങനെയാണ് ഒരു പൊസിഷൻ മാറ്റുക? ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത ഓർഡർ നമുക്ക് ശരിയായിട്ടില്ല എന്ന് തോന്നുകയാണ്. ഇപ്പം റോൾ നമ്പർ കഴിഞ്ഞ് നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റിന് മുന്നെയാണ് നമുക്ക് ക്ലാസ് ആൻഡ് സെക്ഷൻ വേണ്ടത്. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്ക് MS ആക്സസിൽ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? മൂവിങ് എ ഫീൽഡ്. മൂവിങ് എ ഫീൽഡ് മീൻസ് ടു റീഅറേഞ്ച് ദ ഓർഡർ ഓഫ് ദ ഫീൽഡ്. ഒരു ഫീൽഡിൻ്റെ ഓർഡറിനെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് മൂവിങ് എ ഫീൽഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ മേക്ക് സെക്കൻഡ് ഫീൽഡ് ആസ് ദ ഫോർത്ത് ഫീൽഡ് ഓർ ഫിഫ്ത്ത് ഫീൽഡ് ആസ് ദ ഫസ്റ്റ് ഫീൽഡ്. ടു മൂവ് ഫീൽഡ് ഇൻ ഡിസൈൻ വ്യൂ ഫോളോ ദ സ്റ്റെപ്പ് ഷോൺ ഇൻ ദ ഫിഗർ 4.24. അപ്പം സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലിക്ക് ഓൺ ദ ഫീൽഡ് നെയിം ടു സെലക്ട് ദ എൻറ്റയർ ഫീൽഡ് ആൻഡ് റിലീസ് ദ മൗസ് ബട്ടൺ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏത് ഒരു ഫീൽഡിൻ്റെ പൊസിഷനാണോ മാറ്റേണ്ടത് ആ ഒരു ഫീൽഡ് നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സെലക്റ്റഡ് ആകും. സെലക്റ്റഡ് ആയ ശേഷം മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് വിടുക. Again click on the field name of the selected field without releasing the mouse button. Drag the mouse up and down to move the selected field. പിന്നീട് ഒന്നുകൂടി ആ ഒരു ഫീൽഡ് നെയിമിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇത്തവണ റിലീസ് ചെയ്യാതെ ആ മൗസ് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ ഡ്രാഗ് ചെയ്ത് ഏത് ഭാഗത്തേക്കാണോ നമുക്ക് വേണ്ടത് അങ്ങോട്ട് എത്തിച്ച് then release ചെയ്യുക. Okay, the thick black line will appear as you move the mouse to show desired location. Release the mouse button to move the field to new place. അപ്പോൾ ആ ഡാർക്ക് ബ്ലാക്ക് ലൈൻ അവിടെ അപ്പിയർ ആവും, എങ്ങോട്ടാണോ നമുക്ക് വേണ്ടത് അങ്ങോട്ട് എത്തിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡ്രാഗ് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഭാഗത്തേക്ക് ഫീൽഡിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ച ശേഷം റിലീസ് ചെയ്യുക. അപ്പോൾ ദ ഫീൽഡ് ഈസ് മൂവ് ടു എ ന്യൂ പ്ലേസ്. അങ്ങനെ പുതിയൊരു പ്ലേസിലേക്ക് ആ ഒരു ഫീൽഡ് എത്തപ്പെട്ടിരിക്കും. ഇപ്പം നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ക്ലാസ് ആൻഡ് സെക്ഷൻ എന്നുള്ള ഭാഗം നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റിന് മുന്നേ ആക്കി. അതാണ് ഇവിടെ ഈ രണ്ട് ഫിഗറുകളിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റം മനസ്സിലാകും അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫീൽഡിനെ മൂവ് ചെയ്യുന്നത്. അടുത്ത പേജിലുള്ളത് ഒരു ക്ലാസ് ആക്ടിവിറ്റിയാണ്. തൽക്കാലത്തേക്ക് നമുക്കത് ലീവ് ചെയ്യാം. അടുത്തത് ഫൈനലി എഡിറ്റിംഗ് റെക്കോർഡ്സ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിലെ റെക്കോർഡ്സിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന്. ടു എഡിറ്റ് എ റെക്കോർഡ് ഇൻ ഡേറ്റ ഷീറ്റ് വ്യൂ
ക്ലിക്ക് ഓൺ ദ ഡേറ്റ സെൽ യു വാണ്ട് ടു എഡിറ്റ്. അപ്പം ഒരു ഡേറ്റ ഷീറ്റ് വ്യൂവിൽ നമുക്ക് ഏത് സെല്ലിനെയാണോ എഡിറ്റ് ചെയ്യേണ്ടത്, ഏത് സെല്ലിലെ ഡേറ്റയാണോ എഡിറ്റ് ചെയ്യുന്നത്, ആ സെല്ലിലെ ഡേറ്റയെ ക്ലിക്ക് ചെയ്യുക. യൂസിങ് ആരോ കീസ് മൂവ് ദ കഴ്സർ ടു ദ പ്ലേസ് വെർ യു വാണ്ട് ടു ചേഞ്ച് ദ ഡേറ്റ. അപ്പോൾ ഏത് ഡേറ്റയാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതിനെ മൂവ് ചെയ്യാൻ വേണ്ടി ആരോ കീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ദ ന്യൂ ഡേറ്റ ഓർ മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് ഡേറ്റ ആൻഡ് ദെൻ പ്രസ് ടാബ് കീ. അപ്പോൾ നമുക്ക് വേണ്ട മാറ്റങ്ങൾ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുകയോ ചെയ്ത ശേഷം കീബോർഡിൽ ടാബ് കീയിൽ പ്രസ് ചെയ്യുക. ദ സെൽ എൻട്രി വിൽ ഓട്ടോമാറ്റിക്കലി സേവ് ടു ദ ടേബിൾ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽ എൻട്രി, നമ്മൾ ഏതാണോ സെല്ല് എൻട്രി ചെയ്തത് അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടേബിളിലേക്ക് സേവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ ഒരു ഫീൽഡ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ? ഓരോന്നിനും പെർട്ടിക്കുലറായിട്ട് ഓരോ ഫീൽഡ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അത് സേവ് ചെയ്യണം അതെങ്ങനെയാണെന്ന് പഠിച്ചു. ദെൻ ഒരു ടേബിളിൽ എങ്ങനെയാണ് ഡേറ്റാസ് എൻട്രി ചെയ്യുന്നത്, അത് ഡിസൈൻ വ്യൂവിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡേറ്റ ഷീറ്റ് വ്യൂവിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ദെൻ പ്രൈമറി കീ, എങ്ങനെയാണ് ഒരു ഡേറ്റയിൽ ഒരു ഫീൽഡിനെ നമ്മളൊരു പ്രൈമറി കീ ഫീൽഡാക്കി മാറ്റുന്നതെന്ന് പഠിച്ചു. അതിനുശേഷം ഒരു പുതിയ ഫീൽഡ് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചു. ദെൻ അത് ഡേറ്റ ഷീറ്റ് വ്യൂവിൽ എങ്ങനെയാണ്, ഡിസൈൻ വ്യൂവിൽ എങ്ങനെയാണ് എന്ന് രണ്ട് രീതിയിലും നമ്മൾ പഠിച്ചു. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ ഫീൽഡ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു ഡിസൈൻ വ്യൂവിലും അതുപോലെ തന്നെ ഒരു ഡേറ്റ ഷീറ്റ് വ്യൂവിലും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അവസാനമായിട്ട് ഒരു ഫീൽഡ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പൊസിഷൻ മാറ്റുന്നത് എങ്ങനെയാണ്, റീഅറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഫൈനലി ഒരു ടേബിളിലെ റെക്കോർഡ്സിനെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആവുന്നതെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പം ഇതിന് മുന്നേ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് എക്സാം വരികയാണ്. അപ്പോൾ അതിന് മുന്നേ ടീച്ചർ ഈ ഒരു പാഠത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് എക്സസൈസസ് ഒക്കെ ചെയ്ത ശേഷം ഗ്രൂപ്പിൽ മെസ്സേജായിട്ട് അല്ലെങ്കിൽ ഒരു PDF ഫയലായിട്ട് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, hope you enjoy today's class. We'll see you next class and all the best for your unit test.